ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 1 2 3. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു ഗ്രാനി ചാപ്റ്റർ 1 ആയിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ കക്കൂസിൽ പോയി നോക്കാം. കക്കൂസിൽ നിന്ന് നമുക്ക് കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തള്ളച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഫ്ലോർ ക്രാക്ക് അതിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾക്ക് തള്ളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേഗം കാറിൻ്റെ അവിടെ പോവാം. കാറിൻ്റെ അവിടെ പോയി ഇതാടിടാം. തള്ളച്ചീനൊന്ന് ഇവിടുന്ന് കറക്കിയിട്ട് മേലെ പോവാം. തള്ളച്ചൂടായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിൽക്കുന്നു. കറക്കിയിട്ടൊന്ന് സൈഡിലോട്ടെടുത്ത് സ്റ്റെപ്പ് കയറി പോവാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ച് നിൽക്കാം. നമുക്ക് അത്രേ പറയാൻ കഴിയും. തള്ളച്ചി അവിടെ പോയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് വേഗം പോയിട്ട് താഴെ പോയിട്ട് കാർക്ക് എടുത്തിട്ട് ഇടിക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടാൻ നോക്കാം. ഗൈസ്, തള്ളച്ച് കുറച്ചങ്ങ് ദൂരത്തി എന്തോന്ന്. ഗൈസ്, ഇവിടെ ഒരു കാർക്ക് കിട്ടിയില്ല. അതാ കിട്ടി ഡിക്കി തുറന്നിട്ടുണ്ട്. വെപ്പൺ കീ, കുഴപ്പമില്ല. വെപ്പൺ കീ ആദ്യം തന്നെ നല്ല ഭാഗ്യമായിട്ടുള്ള സാധനം കിട്ടിയ. ഇപ്പം തള്ളച്ച് വരുന്നതിന് മുമ്പ് വേഗം അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കട്ട്. ഇപ്പോൾ നമ്മളെ വെപ്പണമൊന്നുമില്ല, വെപ്പൺ കീയേ കിട്ടിയിട്ടുള്ളൂ. ഗൈസ്, പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ ചാവി ഇട്ടിട്ട് ആ ചാവി എടുത്തിട്ട് മേലെ പോവാം. അല്ലെങ്കിൽ മേലെ പോകുമ്പോൾ ആടെ ഉണ്ടാവും തള്ളച്ച്, പിന്നെ ഹെഡ്ഷോട്ട് അടിക്കും. ഡൈവേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ സാധനം എടുക്കണം, മറ്റേ അമ്പും ബില്ലും എടുത്ത് പോകണം. ഗൈസ്, ഇപ്പം ഇതിൻ്റെ ഒച്ചട്ടിട്ട് അമ്മച്ചി വരുമെന്നായിരിക്കും, പക്ഷെ വരൂല. താഴെ നിന്നുള്ള ഏറ്റവും താഴെ നിന്ന് മേലെ വരാൻ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് താഴെ പോകുന്നതാണ് ബുദ്ധി. അപ്പോൾ താഴെ പോയിട്ട് ഈ സാധനം ഇടുക. ഇതിൻ്റെ വെപ്പണം മറ്റേ ഉണ്ട എടുക്കണം. അല്ലെങ്കിൽ ഉണ്ട ഉരുണ്ട് പോയാൽ പിന്നെ പണി കിട്ടും. അവിടേക്ക് കാത്തിക്കണം. തള്ളച്ചി വന്നല്ല, കാത്തിക്കണ്ടൊന്നും വന്നിട്ടില്ല. വേഗം വന്നിനി ഗൈസ്. തള്ളച്ചിക്കൊരു നെട്ടും കടലും കൊടുത്തപ്പോഴേക്ക് അടസപൂറായി. പിന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോകണം. എൻ്റെ അവിടെ പോയിട്ട് വെടി വെച്ചിട്ട് ഡോർ ഇറക്കണം. അവിടെ നമുക്ക് ഫ്രീസ് ചെയ്യുന്ന സാധനം എടുത്താൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഇട്ട് കളിച്ചാൽ മതി. കാരണം ഇത് രണ്ടും ഉപയോഗിച്ചാലും 1 മിനിറ്റാണ് തള്ളച്ചീൻ്റെ ഇതിട്ടുള്ളൂ പോകുന്നുള്ളൂ. ഗൈസ് ഒറ്റ ഷോട്ട് ഗൈസ് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണ്ടെടുത്തിട്ട് വീണ്ടും തള്ളച്ചിനെ പിടിച്ച് വരുത്തിക്കണം. എൻ്റെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പോകണം. തള്ളച്ചിനെ വീണ്ടും പിടിച്ച് വരുത്തിക്കണം. വീടിനൊന്നും വിളിച്ച് വരുത്തിക്കാനില്ല, മേലെ ഒന്നും വന്നാൽ ശരിയാവില്ല. ഈ സ്ഥലത്ത് തന്നെ പോയിട്ട് ഇതാക്കണം. ഗൈസ്, വീട് ഈ സാധനം ഇട്ടാൽ പണി കിട്ടും, അച്ച നിൽക്കൂല. നമുക്ക് വീണ്ടും പോയിട്ട് ഇവിടെ തന്നെ പോയിട്ടോ. അപ്പോൾ ഗ്രാനി തള്ളച്ചി വരും. പിന്നെ ഗൈസ് കൊടുത്തു തള്ളച്ചി വേമ്പാ. ഗൈസ്, തള്ളച്ചി വേ പിടിച്ചപ്പോൾ വന്നില്ല. ഗൈസ്, സ്ക്രൂ ഡ്രൈവർ പോയി എടുക്കാം. ഗൈസ്, 1 മിനിറ്റ് സ്ക്രൂ ഡ്രൈവർ പോയി എടുക്കാം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്, നമ്മളിന്ന് ഡോർ എസ്കേപ്പാണ് നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള സാധനം എടുക്കാത്തത്. ഡോർ എസ്കേപ്പ് വേണ്ടിയിട്ടുള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഗ്രാൻഡ് തള്ളച്ച് ഇങ്ങനെ എണീച്ചിട്ടില്ല. നമുക്ക് വേഗം കുഴിഞ്ഞിട്ട് അപ്പുറത്ത് വെച്ച് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറന്നു നോക്കാം. ഗൈസ്, വേഗം സ്പീഡപ്പ്. നിങ്ങളോടല്ല ഗൈസ്, എന്നോട് തന്നെ ഞാൻ പറയുന്നതാണ്. ഇപ്പം ഗൈസ്, അമ്മച്ചി എണീക്കുന്നതുകൊണ്ട് സ്പീഡപ്പ് പറഞ്ഞത്. ഗൈസ്, പണി കിട്ടി. ഗൈസ്, ചെയിൻ കട്ടർ നമുക്ക് കട്ടിംഗ് പ്ലെയറായിട്ട് ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. ഡ്രോപ്പ് ചെയ്യുക. ഇനി സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ഈടിടുക. അപ്പോൾ തള്ളച്ചി ഡൈവേർട്ടായിട്ട് ഈടാന്ന് നോക്കൂ. അപ്പോൾ ആൾക്ക് മേലെ പോയിട്ട് സ്ക്രൂ ഡ്രൈവർ പോയിട്ട് കൊണ്ടിടാം. അതാണ് എൻ്റെ പ്ലാന്. പക്ഷേ ഇവിടെ തള്ളച്ചി ഇവിടെ ഉണ്ടാവുന്ന സംശയമാണ്. ഗൈസ്, തള്ളച്ചില്ല. ഗൈസ്, ഇവിടെ പിന്നെ ബുക്ക് കണ്ടിട്ടുണ്ട് സൈഡിൽ.
ബുക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക. ആദ്യം പോയിട്ട് ഫ്രീസ് ചെയ്യുന്ന സാധനം എടുത്ത് കൊണ്ടിട്ട് ഫ്രീസാക്കിയിട്ട് നമുക്ക് ബുക്കെല്ലാം വെക്കാൻ പോവാം. എന്നിട്ട് പിന്നെ ഈ ചെയിൻ കട്ടർ പിന്നെ ഡോറിൻ്റെ അടുത്ത് മുറിച്ചിട്ട് ഏറ്റവും മേലെ പോയി കൊണ്ടുവരണം. അപ്പോൾ ആടെ മറ്റേ മുറിച്ചിട്ട് എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടാവും. അതെ, ഫാന് മുറിച്ചിട്ട് കറങ്ങുന്നത്. ഗൈസ് ഫ്രീസ് ചെയ്യുന്ന സാധനം മാത്രം മതി, ഇറച്ചിയൊന്നും വേണ്ട. ഇറച്ചി ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇറച്ചി എടുത്തിട്ട് എന്താ കിട്ടിയാകുമ്പോൾ എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യം അങ്ങനെയല്ല, അതെനിക്കും അറിയാം. പക്ഷേ ഇറച്ചി ഇപ്പം ആവശ്യമില്ല നമുക്ക്, മറ്റേ സ്പെഷ്യൽ കിട്ടിയിട്ടില്ല. ഗൈസ് ആടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇപ്പം തള്ളച്ചി വരും. തള്ളച്ചി വരുമ്പോൾ തള്ളച്ചി ഞങ്ങൾക്ക് മേലെ പോകണ്ടായിരുന്നു. തള്ളച്ചി വന്നട്ടെ. തള്ളച്ചി നമ്മുടെ തള്ളച്ചി. ഈ തള്ളച്ചി അവിടെ നിൽക്കില്ല, ഇങ്ങോട്ട് വാ. എന്നെ കണ്ടാലും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വാ തള്ളച്ചി. ഈ തള്ളയെ ഇവിടുത്തെ എങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഡോർ സ്കേപ്പിൻ്റെ കുറച്ച് സാധനമെല്ലാം ആയിട്ടുണ്ട്. കുറച്ച് സാധനം എന്ന് വെച്ചാൽ ഒന്നും ആയിട്ടില്ല. ആകെ വയറേ മുറിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് സാധനങ്ങൾ പറയാനായിട്ടില്ല. ഗൈസ് വേഗം ഗ്രാൻ എണീക്കുന്നവരെ നമുക്ക് സമയമുള്ളൂ. നമ്മൾ സേഫ് പ്ലേ നടത്തണം. ഗൈസ് ബുക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും തള്ളച്ചീനെ കാത്തിക്കാം. ഗൈസ് തള്ളച്ചി ഇവിടെ എണീച്ചിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്ത് വന്ന് ഇരുന്നേ. ഗൈസ് ഇപ്പം തള്ളച്ചി വരും. വേഗം ഗൈസ് അപ്പൊക്കെ ഞാൻ ഈ സൈഡിൽ പോയിട്ട് എന്തായാലും ഇപ്പം അപ്പുറത്ത് ഡൈവേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടെ എന്തോ കണ്ടിട്ട് പേപ്പർ ഒട്ടിച്ച പോലെ നേരത്തെ അവൻ്റെ തോക്കും കൊണ്ട് വന്നപ്പോൾ തോക്കാ ആ സാധനം ആ പാടിലൊക്കെ കോട്. ഗൈസ് ഭാഗ്യമുള്ള ദിവസമായിട്ട് ഇന്ന് കണ്ട കോടിട്ട് ഗൈസ്. കോട് ഇത് അടനും കൂടി വന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാൻ. പക്ഷെ നമ്മൾ ഡൈവേർട്ട് പോയാലും വിടൂല. അപ്പോൾ നേരെ ഇങ്ങോട്ടൊക്കെ തിരിച്ച് വരുത്തേക്ക്, കാരണം സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടാവും തള്ളച്ചി. വേമ്പ തള്ളച്ചി തള്ളച്ചി. ഗൈസ് അങ്ങനെ നമ്മൾ കോഡ് ഇട്ടിട്ടുണ്ട്. ഗെയിം തള്ളച്ചി എൻ്റെ ട്രാപ്പിലും വിട്ടിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഇവിടെ കോഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കോഡ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാനി തള്ളച്ചി വീണ്ടും എണീക്കും. പിന്നെ വീണ്ടും നമുക്ക് ഇതാക്കാൻ കഴിയില്ല. ബുക്ക് എടുത്തിട്ട് അവിടെ വെക്കാം. പിന്നെ ഛർദ്ദിക്കാൻ കുറേ സമയം പിടിക്കും. പിണങ്ങും വെച്ചാൽ ഗ്രാനി തള്ളച്ചിൻ്റെ മോള് ഛർദ്ദിക്കാൻ കുറേ സമയം പിടിക്കും. ഇതുകൊണ്ട് നമ്മൾ വേഗം ഇപ്പുറത്തിലോട്ട് പോയിട്ട് അവിടെ ഗ്രാനി തള്ളച്ചി എന്താ ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒച്ച വിട്ടിട്ട് അങ്ങോട്ട് വരും, മുളച്ച വിട്ടിട്ട്. അപ്പോൾ വെറുതെ അല്ല, ഇത് പറഞ്ഞാൽ കേൾക്കൂല മോള്. അതൊന്ന് ഗ്രാനി തള്ളച്ചി പെട്ടിയിലാക്കിയിട്ട് വെച്ചിനാടെ തൂക്കിയിട്ട്. ഇപ്പം അവിടെ സ്പൈഡർ മാമിയായിട്ട് അവിടെ എണീച്ചിട്ടുണ്ടാവൂലേ. ഗൈസ് തള്ളച്ചി വരുന്നുണ്ടെന്ന് തോന്നുന്നു. തള്ളച്ചി വേഗം വന്ന് പണി മേടിച്ചിട്ട് പോടാ. അതെ പോണേ. തള്ളച്ചി വരുന്നുണ്ടാ. തള്ളച്ചി വേഗം. ഗൈസ് തള്ളച്ചി 1 മിനിറ്റത്തേക്ക് വീണ്ടും പോയി. സമാധാനം. വേഗം അടുത്തെന്താന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ തപ്പാൻ പോവുകയാണ്. ആദ്യം തന്നെ അപ്പൊക്ക് വത്തക്ക കിട്ടി. വത്തക്ക പോയിട്ട് വേഗം മുറിച്ച് വെക്കാം. ഗൈസ് വത്തക്ക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും. വത്തക്ക എടുത്തിട്ട് നമുക്ക് വേഗം പോയിട്ട് മുറിക്കാം. ഇനിയിപ്പോൾ തള്ളച്ചി എണീക്കും. പിന്നെ തള്ളച്ചി വന്നിട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ് വേഗം മാസ്റ്റർ കീ കിട്ടി. ഗൈസ് ഇന്ന് നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ വേറെ ഏതെങ്കിലും എസ്കേപ്പ് ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ മിക്കവാറും മറ്റേ ഡോർ എസ്കേപ്പ് തന്നെ നമ്മൾ ചെയ്യുക. തന്നെയാണ് എല്ലാ സാധനവും കിട്ടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ അതേ എടുത്തിട്ടുള്ളൂ. കാർ എസ്കേപ്പിന് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഡോർ എസ്കേപ്പിന് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗൈസ് എന്തായാലും ഇപ്പോൾ തള്ളച്ചി എണീച്ച്
നമുക്ക് വീണ്ടും ഒരു പണി കൊടുക്കുക. വേമ്പാ തള്ളച്ചി മേലെ പോയ പിന്നെ ശരിയാവില്ല. പിന്നെ തലക്കടി കിട്ടും. പിന്നെ നമ്മളെ ചലഞ്ച് ബ്രേക്ക് ആവും. ചലഞ്ച് ഗൈസ്, നമ്മൾ തള്ളച്ചി വരുന്നുണ്ട്. അത് തന്നെ മന്തി പോയി പണി മേടിച്ചിട്ട് പോകുന്നല്ലാണ്ട് ഞാൻ നമ്മളെ കഷ്ടപ്പെടുത്തുന്നു. മാസ്റ്റർ കീ എടുത്തിട്ട് അവിടെ വെക്കണം. മാസ്റ്റർ കീ ഇപ്പം ഒന്നും ആവശ്യമില്ല, എന്നാലും നമുക്ക് അവിടെ ഇടാം. ഗൈസ്, അമ്മച്ചീനെ അടിച്ചിട്ടില്ല, എന്നിട്ടും ഒച്ച. ഗൈസ്, ഇനി നമുക്ക് 2 സാധനം, മുട്ടിയല്ല ഹാമർ, രണ്ടൊന്നു തന്നെയാണ്. ഹാമറും നമ്മുടെ പാഡ്ലോക്ക് അത് കിട്ടിയ ഇതായി. ഇവിടെ ചെക്ക് ചെയ്യാൻ മറന്നുപോയി. വെച്ചാൽ മറന്നുപോയതല്ല, ചെക്ക് ചെയ്തിനി, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ആടെ എത്തിയപ്പോൾ ശ്രദ്ധിച്ച റെക്കോർഡായിട്ടില്ല. ഞാൻ രണ്ടാമത് പോയിട്ട് അങ്ങനെ ആക്കിയിട്ട് തപ്പുന്ന പോലെ ആക്കിയതാണ് ഗൈസ്. പെട്ടെന്ന് വന്നിട്ട് ആ സാധനം എടുക്കാനും കഴിഞ്ഞിട്ടില്ല, റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട്. ഗൈസ്, അമ്മച്ചി എണീച്ചിട്ടുണ്ട്. വീണ്ടും അമ്മച്ചിക്ക് പണിയെടുക്കണം, പിന്നെ നമുക്ക് ശരിയാവില്ല. നമ്മൾ ഡോർ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നേരെ പോയിട്ട് ഇതെടുക്കേണ്ടേ ഉള്ളൂ. സ്പൈഡർ മാമിൻ്റെ കീ എടുത്തിട്ട് നേരെ ഇതാക്കേണ്ടതേ ഉള്ളൂ നമുക്ക്. പക്ഷെ അമ്മച്ചി വരുന്നില്ലല്ലോ, അതല്ല ഒരു കുഴപ്പമോ. അമ്മച്ചി വരുന്നുണ്ടാ? അവിടെ വരുന്നുണ്ടെങ്കിൽ വേമ്പാ, ഞാൻ പിന്നെ പുറത്ത് ചെയ്യാൻ പോക്കാണ്. അമ്മച്ചി കറക്റ്റ് സമയം, ഞാൻ പുറത്ത് ചെയ്തപ്പം തന്നെ പറഞ്ഞിട്ടോ അമ്മച്ചിക്ക് വരാൻ കണ്ട സമയം. അതാണ് നമ്മൾ ട്രാഫിക് പെടുത്തിയിട്ടുണ്ട്. ബായ് തള്ളച്ചി പോകുന്നേ. സ്പൈഡർ മാമിൻ്റെ കീ എടുക്കാൻ പോകണം. സ്പൈഡറിൻ്റെ കീ എടുത്തിട്ട് സ്പൈഡറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ സ്പൈഡർ മാമിൻ്റെ അടുത്ത് വെച്ചിട്ട് പോകണം. വെച്ചിട്ട് നമുക്ക് സ്പൈഡർ മാമിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്കിനെ അടി ചെയ്യാം. സ്പൈഡർ മാമി പിടിക്കാനും വരും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, വെടി വെച്ചിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. പക്ഷെ അത് അത്ര ഒരു സീനില്ല. ഗ്രാനിൻ്റെ കാര്യം സീന് കുറവാണ്. ഗ്രാനി പെട്ടെന്ന് എഴുന്നല്ലോ വരാം. ഇതും അങ്ങനെ തന്നെ, പക്ഷെ ഇത് ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ഓടിയിട്ട് രക്ഷപ്പെടേണ്ടതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് ഓടിയാലേ പിടിക്കാം, നിന്നിട്ട് ഓടിയാൽ അത്ര ഒരു സീനൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇരുന്ന് കുഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഓടുമ്പോഴാണ് സീൻ. ഇത് നിന്നിട്ടാണ് ഓടുന്നത്. ഇപ്പോൾ കുഴിഞ്ഞിട്ട് നേരെ നിൽക്കുക. ഗൈസ്, വഴി തെറ്റിപ്പോയി. നിന്നിട്ട് കണ്ട നിൽക്കുമ്പോൾ കുറച്ച് സ്പീഡ് ഓടുന്നതിൻ്റെ, പക്ഷെ ഇരിക്കുമ്പോൾ പകുതിയായിട്ട് കുറയും. ഇനി വേഗം തൊട്ടപ്പുറത്തുള്ള റൂമിൽ പോയി നിൽക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ വന്ന വെയിൻ്റെ തൊട്ടിപ്പുറത്ത് ആടിന് ഹാമർ ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഒറ്റ സാധനമേ വേണ്ടു, പാഡ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാറിൻ്റെ ആടെ ഈ വെൻറ്റ് തുറന്നിട്ട് കാറിൻ്റെ അവിടെ കൊണ്ടിടാം. ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും, പച്ച കിട്ടിയിട്ട്. ഞാൻ ഇവിടെ തോക്കിൻ്റെ ഒരു പാർട്ടും കിട്ടിയിട്ടുണ്ട്. ഗൈസ്, 2ാം നമ്പറാണ്, പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അത് വേണ്ട. പക്ഷെ ഞാൻ പോകുന്നില്ല, പൊട്ടിത്തെറിച്ച് നമ്മളെ 2ാം നമ്പർ നമുക്ക് കണ്ടിനി. പക്ഷെ എന്നാലും ഞാൻ അടുത്തേക്ക് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ചതിച്ച സ്ഥലമാണ്. അവിടെ പൊട്ടിത്തെറിച്ച മുതലാണ് അത് കഴിഞ്ഞ വീഡിയോയിലല്ല ഗൈസ്, അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിലാണ് നമ്മൾ സിവർ എസ്കേപ്പ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഒരിക്കൽ ചത്തിട്ടുള്ളൂ. ഞാൻ മണ്ടത്തരം ചെയ്തിട്ടാണ്. നേരെ 2 പിടിച്ച് തുറന്നു. അപ്പോൾ ഒന്നിലാണ് മറ്റേ ഇതുള്ള സാധനം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് നമ്പർ കിട്ടില്ല. ഞാൻ നിൽക്കുന്ന വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈഡർ മാമി എവിടുന്നാ വരാമെന്നറിയില്ല, ഇപ്പം എങ്ങനെയാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ 2 നിമിഷം കാത്തുക്കും, പിന്നെ ഒറ്റ പോക്കാണേ. ഗൈസ്, ഈ സ്പൈഡർ മാമിനെ കാണാനൊന്നും ഇല്ല. ചിലപ്പോൾ പെട്ടെന്നേക്ക് മുന്നിൽ വരാം, നമ്മളെ ചലഞ്ച് ബ്രേക്ക് ആയി പോകും. അതുകൊണ്ടാണ് ഗൈസ്. ഇവിടെ ഇത്ര നേരം ഗ്രാനിൻ്റെ അടുത്തുനിന്ന് നല്ലോണം രക്ഷപ്പെട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ പെട്ട അവസ്ഥയെന്നല്ല. നേരെ ഗൈസ്, ഞാൻ 2ഉം കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഗൈസ്, തള്ളച്ചി കണ്ടിട്ടില്ല, തള്ളച്ചി എന്നാ പറയുന്നത്, സോറി, മാമി കണ്ടിട്ടില്ല. ഗൈസ്, മാമി നമുക്ക് ഇവിടത്തേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ട്രിക്കൊക്കെ അറിയാം. ട്രിക്കൊന്നുമില്ല, ചെറിയൊരു ട്രിക്കാണ്. നമ്മളെ തള്ളച്ചിനെ പോലെ തള്ളച്ചിനെ മോളല്ലേ, അപ്പം തള്ളച്ചിനെ പോലെ തന്നെ ആയിക്കൂലേ. ഒച്ച കേട്ട് അപ്പം എല്ലായിടത്തും വരും.
കണ്ട തള്ളച്ചിന് മോളായോണ്ട് ആ ഗുണമുണ്ട് ഏരി ഗൈസ്. കണ്ട ഇപ്പം തള്ളച്ചിന് മോളായ സ്പൈഡർ മാമി വരുന്നതാണ്. ദും ദും സീസേ ഇതാ വന്നിട്ടാ തള്ളച്ചിനത് സ്പൈഡർ മാമി വന്നിട്ടാ. അല്ലേ സ്പൈഡർ മാമി സുഖം തന്നെയല്ലേ? തലക്കും പൊട്ടീനാ, തലക്കല്ല നെറ്റിക്ക് പൊട്ടീനി. ഹോസ്പിറ്റലിൽ പോയി കാണിക്കണേ. പിന്നെ ബ്ലഡ് കുറേ പോയിട്ട് പിന്നെ തള്ളച്ചിക്ക് ബ്ലഡൊന്നും തരാൻ കഴിയില്ല. തള്ളച്ചിയായി കളവത്തിയായി. ബ്ലഡ് എടുത്ത പിന്നെ തള്ളച്ചി മരിക്കലേക്കും. എൻ്റെ അമ്മയല്ലേ. പിന്നെ അതുകൊണ്ട് പോയി കാണിച്ചോ. ബ്ലഡ് പോയ അമ്മക്കറിയില്ല ഗൈസ്. അത് മേലോട്ടേക്ക് പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ സ്പൈഡർ മാമീൻ്റെ കീയല്ല, സ്പൈഡർ മാമീൻ്റെ അടുത്ത് നമ്മൾ പ്ലേ ഹൗസ് കീ എടുത്തിട്ട് ആടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് തുറന്ന് നോക്കാം. ഇതിൽ നിന്നെങ്കിൽ പാടിലൊക്കെ കിട്ടിയാൽ മതി ഗൈസ്. ഇനി ഏടെ ഇത് വരാമെന്നറിയില്ല. വേണമെങ്കിൽ വലത്തേ ഭാഗത്തേക്ക് വരാൻ ചാൻസ് കൂടുതലെന്ന് പറയുമ്പോഴേക്കാണ് ഗൈസ്. ഇപ്പോൾ ഒന്ന് പിടിച്ചു തരാം. ഇത് ചലഞ്ചും ബ്രേക്കും ചലഞ്ചിങ്. അവിടെ നീന്ന് എത്ര പിടിക്കാൻ നോക്കിയാലും പിടിക്കാൻ കഴിയില്ലടാ ഗൈസ്. ഇത് എടിയിൽ പോയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. അത് അപ്പുറത്തിലോട്ടാണ് പോയിനി കണ്ടാത്ത, കാരണം മുന്നിലൊന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. 4 സ്ക്രൂ അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കോഗ് വീല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് തള്ളച്ചി എന്ന് പറഞ്ഞു വന്ന് സ്പൈഡർ മാമി എവിടെ ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. അതിൻ്റെ എവിടെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടാൽ പിടിക്കാൻ വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിന്നാൽ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാൻ കഴിയുമല്ലോ ഗൈസ്. കണ്ടാൽ പിടിക്കാൻ വേണ്ടി പ്ലാൻ പോലെ എല്ലാം നടക്കുന്നുണ്ട്. അതേപോലെ ആവുമെന്നറിയില്ല ഗൈസ്. സ്പൈഡർ മാമി പോയിട്ടുണ്ട്. അടുത്ത് നമ്മളെ പറ്റിക്കാൻ തിരിഞ്ഞിട്ടാവുള്ളൂ. തിരിഞ്ഞ് അതുകൊണ്ട് നമ്മൾ കുഴിഞ്ഞിട്ടുണ്ട്. അപ്പൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. കുഴിഞ്ഞപ്പം പോയി ഗൈസ്. അടുത്തേക്കാണ് പോകുന്നു നോക്കട്ടെ ഗൈസ്. ഇടത്തേ ഭാഗത്തേക്കാണ് പോയത്. ഗൈസ് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നിൽക്കുക. ആടെ നിൽക്കുന്നൊക്കെ അറിയാം. വാടേ പിടിക്കാൻ പടേ. മാമി ഇങ്ങോട്ട് വാ. ആ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തള്ളച്ചിക്ക് അറിയില്ല. തള്ളച്ചിൻ്റെ സ്പൈഡറാണ് ഗൈസ്. നമുക്ക് ഇത് ഇടാം ഗൈസ്. ഇപ്പം അതൊരു കാര്യം ഓർമ്മ വന്നെ. ഇട്ടപ്പോൾ സ്പൈഡർ മാമീൻ്റെ സ്ഥലത്തുള്ള എല്ലാ സാധനവും എടുത്ത് പിന്നെ എന്തിനാണ് നമ്മ ആടെ ഇട്ടിനി സാധനം. ഇപ്പം തള്ളച്ചി വരുന്നിട്ട് ആടെ നോക്കും. തള്ളച്ചി വന്നിട്ട് പോകുമ്പോൾ കുറേ സമയം പിടിക്കും ഗൈസ്. തള്ളച്ചി വന്നു. തള്ളച്ചിൻ്റെ നൈറ്റ് ഞാൻ കണ്ട്. തള്ളച്ചിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ഇതിലോട്ട് പോയത്. നമുക്ക് ഇനി ഇവിടെ വേണ്ടി പോയി നിൽക്കാം. തള്ളച്ചി പോകുന്നവരെ. അല്ലെങ്കിൽ തള്ളച്ചി ആടെ പോവില്ല. ആടെ തന്നെ നോക്കില്ലാണ്ട്. അതുകൊണ്ടാണ് ഞാൻ തള്ളച്ചി ഗെയിം ഗൈസ്. തള്ളച്ചി പോയിട്ടുണ്ട്. തള്ളച്ചിനെ ഞാൻ പോകുന്ന പോലെ കണ്ടി. അതുകൊണ്ട് ഞാൻ വേഗം മുട്ടി എടുത്ത് കയ്യിൽ പിടിക്കും. മുട്ടി ആ പ്ലേ ഹൗസ് കീയാണ് മുട്ടി. അത് എടുത്തിട്ട് ഇവിടെ താഴെ ഇടും. എന്നിട്ട് ഇവിടെ നിന്ന് കറങ്ങിയിട്ട് മേലെ പോയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സാധനമില്ലേ അത് കിട്ടും. അങ്ങനെ എൻ്റെ പ്ലാൻ. അതേ നടന്നാൽ മതി. കെണിയിടുന്ന ഒച്ച എൻ്റെ കേട്ടിന് ഗൈസ്. എവിടെയെന്ന് അറിയില്ല. കെണിയിടുന്ന ഒച്ച പോലെ കേട്ടി. എനിക്ക് തോന്നിയാന്നറിയില്ല ഗൈസ്. നിങ്ങൾക്ക് തോന്നിയില്ല അവിടെ കെണിയിടുന്ന ഒച്ച ഗൈസ്? പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ പിടിക്കാൻ കഴിയില്ല. അവർ കാര്യം ഗൈസ്. നമ്മൾ ഇങ്ങ് പോയി നിൽക്കുന്നുണ്ട്. മേലെ പോട്ട് എന്നാലും നമുക്ക് ഇടാൻ കഴിയും. കെണി ഇടാൻ കഴിയും. മേലെ പോട്ട് ഇപ്പോൾ തിരിച്ചു വരും ഗൈസ്. നമുക്കറിയാം തിരിച്ചു വരും. ഇവിടെ തന്നെ ഒരു 2 മിനിറ്റ് നിൽക്കാം. 2 മിനിറ്റില്ല, ഒരു 1 മിനിറ്റ് മതി ഗൈസ്. ഇവിടെ ഞാൻ ഹാമർ ഇട്ടിട്ടുണ്ട്. അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇവിടെ പോകും. ഇവിടെ ഇട്ട സാധനം ഇട്ടാൽ കുഴപ്പമില്ല ഗൈസ്. കാരണം ഇവിടെ ഒച്ച വെക്കുന്നില്ല ഈ സ്ഥലത്ത് ഇട്ടാൽ ഗൈസ്. കണ്ടോ അവിടെ ഡൈവേർട്ട് ഇപ്പോൾ അതിൻ്റെ ഒച്ച ഇട്ടിട്ട് വീണ്ടും വരും ഗൈസ്. അപ്പോൾ ഗ്രാൻഡ് തളച്ചിനെ വീണ്ടും ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഡോറിൻ്റെ ഇത് വളക്കാം. മേലെ പോയിട്ട് ഇളക്കിയിട്ട് നമ്മൾ മേലെ ചെയിൻ കട്ടർ ഇട്ടിട്ടില്ലേ അത് എടുത്തിട്ട് വയറ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും നോക്കാം ഗൈസ്. ഡോറിൻ്റെ ഇത് വളക്കിയിട്ടുണ്ട് ഗൈസ്.
അങ്ങനെ നമുക്ക് ഒറ്റ ഒരു സാധനം പാടിലോക്കി അത് എടുത്തതിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എസ്കേപ്പാണ്. വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. നമ്മളിക്കുന്ന ടാർഗറ്റ് 50 എല്ലാവരും അടിക്കണം. പ്ലീസ് ലൈക്ക്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റെയിൻ കട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ ഒരു ഇതുപോലെ ചാകാണ്ട് നമ്മൾ ഇതുവരെ ഗ്രാനിയും പിടിച്ചിട്ടില്ല, മറ്റേ സ്പൈഡർ മാമിയും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വേഗം ലൈക്ക് അടിക്കും. പ്ലീസ് ലൈക്ക്. ഈ സാധനം നമുക്ക് ഇവിടുന്ന് താഴെ ഇടാൻ നോക്കാം, പക്ഷെ അപ്പോൾ ഗ്രാനി അവിടെ വന്നാൽ ശരിയാവില്ല. ഗ്രാനി അടിച്ചിട്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ സാധനം ഇട്ടിട്ട് ഗ്രാനിനെ വിളിക്കാം. പിന്നെ താഴെ വീടാൻ മറ്റേ ഫ്ലോറ് ക്രാക്കാന്ന് വെച്ച് കേട്ടിട്ട് ആടെ വന്നിട്ട് നമ്മൾ അടിക്കും. അതുകൊണ്ട് ആളെ പിന്നെ നേടുന്ന രക്ഷപ്പെടാൻ കഴിയില്ല. വീടാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലല്ല മുള്ളേ, അതുകൊണ്ട് കുഴപ്പമില്ല. പ്ലീസ് തളച്ച് വരുന്നുണ്ടാ. പുറത്തിൻ്റെ നോക്കിയാലോ, തള്ളച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞാട്ടെ. ഇവിടെ കാത്ത് കാണാൻ കഴിയില്ല. തള്ളച്ച് വരുന്നുണ്ട്. തള്ളച്ച് വന്ന് ഞാൻ പുറത്തേക്കാൻ പോയി, അപ്പോൾ തള്ളച്ച് വന്ന് നമ്മുടെ അങ്ങനെ തുള്ളിയിട്ടുണ്ട്. ഗ്രാൻഡ് തള്ളച്ച് അവിടെ മേലെ നിന്ന് വരുന്നുണ്ട്. നമുക്കിത് ഇടാം. നമുക്ക് ബാഗ് ഇതിൻ്റെ ഉള്ളിൽ പോയി വെക്കാം. ഇത് ബാഗ് കണി ഇട്ട് കഴിയുമ്പോൾ പിടിക്കുക. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നിന്നെന്ന് തോന്നുന്നു ഗൈസ്. ആളിട്ടിട്ടുണ്ട്, കെണിയിട്ട് മറന്ന് പെട്ടില്ലേ. നമുക്ക് കോകുവീലെടുത്ത് ഓടണം താഴത്ത്. കോകുവീലല്ല, പ്ലേ ഹൗസ്കി 2 കോകുവീലും കിട്ടീനി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എന്താ കിട്ടാൻ നോക്കാം. അതിൻ്റെ ഉള്ളിൽ പാഡിലോക്കിയിട്ട് നമ്മളെ കളി കഴിഞ്ഞി. പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല. തള്ളച്ച് നമ്മൾ ഇതൊരു പിടിക്കൽ പോലും പിടിച്ചിട്ടില്ല. എന്നിട്ട് അപ്പം ഇങ്ങനെ എസ്കേപ്പ് ആവും. പ്ലീസ് നമ്മുടെ പ്ലേ ഹൗസ് അങ്ങനെ തുറന്നിട്ടുണ്ട്. എനിക്ക് തള്ളച്ചെണീക്കുന്നതിന് മുന്നേ ഒരു കോകുവീലെടുത്ത് വണ്ടി ഇവിടെ വെക്കിട്ട് ഒരു കോകുവീല് തള്ളച്ചെണീച്ച് അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ഇടുകയാണ്. എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ അതിലോട്ട് ജനലുള്ളിൽ പോയാൽ ചിലപ്പോൾ അവിടെ തള്ളച്ചി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് പോവാം. ഇവിടെ സാധനം ഇടാം, എന്നിട്ട് ഇതിലോട്ട് പുറത്ത് ചെയ്യാം, എന്നിട്ട് കോകുവീലെക്കുക. എന്നിട്ട് ആടെ മറ്റേ വത്തക്ക മുറിക്കുന്ന സാധനമില്ലേ, സാധനം ഒച്ചാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങനെയെല്ലാം എൻ്റെ പ്ലാൻ. പക്ഷെ അതേപോലെ നടക്കുമെന്നറിയില്ല ഗൈസ്. അങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട്. തള്ളച്ച് എണീച്ച് അതാണ് കുഴപ്പം ഗൈസ്. വത്തക്ക മുറിക്കുന്ന സാധനം അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ വെച്ച് മുറിക്കും ഗൈസ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് മിസ്സിനാണ് 5 ദിവസമായിന് മറ്റേ കാർ എസ്കേപ്പ് ആക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ പൊട്ടം കളിയിന്. ഞാൻ വീഡിയോ കണ്ടിനോന്നറിയില്ല. ആ വീഡിയോനെ അപ്ലോഡ് ആക്കിനോ നമുക്കറിയില്ല. അപ്ലോഡ് ആക്കിയെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. ഫുൾ പൊട്ടത്തരേനു. അപ്പോൾ അങ്ങനെ പറയുന്നില്ല ഗൈസ്. പിന്നെ ഗൈസ് തള്ളച്ച് വന്നിട്ട് അതിൽ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര സന്തോഷമായി. അതിന് നമുക്ക് ഇത് പോയി ഇരിക്കണം. ഇവിടെ ഒരു കോകുവീലിട്ടില്ല ഗൈസ്. കോകുവീൽ എടുത്തിട്ടുണ്ടോ അമ്മ അങ്ങനെ ഗൈസ്? ഇത് കോകുവീലല്ല, ഇതൊരു മാസ്റ്റർ കീ ആണ്. ആ ചുവപ്പ് കളർ വേണ്ടിയിട്ട് പെട്ടെന്ന് കോകുവീൽ നേരിച്ചതാണ്. ഇതിനൊരു കോകുവീൽ കാറിൻ്റെ അവിടെയുള്ള ഗൈസ്. അവയെ പോയി എടുക്കണം. തള്ളച്ചിപ്പ് പണിക്ക് ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യുമ്പോൾ ഓർക്കണം ഗൈസ്. പോയിട്ട് എടുത്തിട്ടുണ്ട് കോകുവീൽ. നമുക്ക് ഈലോട്ടം തന്നെ പോവുക. തള്ളച്ച് എണീച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അതാണ് വേഗം ഇതാക്കിനി. കോകുവീലെടുത്തിട്ട് നമുക്ക് നേരെ ആടെ ഒച്ചാക്കയിൽ ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരാം. ഒച്ചാക്കയെന്ന് വെച്ചാൽ ബത്തക്കൻ്റെ സാധനം മുറിക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ കിട്ടൂലേ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം ഗൈസ്. പാളിലോക്കി കിട്ടി നമ്മൾ എസ്കേപ്പായി ഡോർ എസ്കേപ്പായി. നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല.
ഗൈസ് ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ഗൈസ് പാടിലോക്കി കിട്ടി. അപ്പോൾ ലാസ്റ്റ് ഒരു പണിയും കൂടി കൊടുക്കണ്ടേ? ലാസ്റ്റ് പോകാനാകുമ്പോൾ ഒരു പുട്ടും കടല കൊടുക്കണ്ടേ തള്ളച്ചിക്ക്? അത് നമുക്ക് കൊടുക്കാം. ഒരു പോകുന്നതിൻ്റെ സന്തോഷത്തിന് ഗൈസ്, പോകുന്നൊരു സന്തോഷം, ആ സന്തോഷം അങ്ങ് തീർക്കാം ഗൈസ്. പാടിലൊക്കെ അങ്ങനെ കിട്ടി. തള്ളച്ചി വരട്ട് ഗൈസ്, തള്ളച്ചി വന്നോ, തള്ളച്ചി രാവിലെ പേടിക്കുന്നു. ചലഞ്ച് കംപ്ലീറ്റ് ആകാനല്ലേ ഗൈസ്. അങ്ങോട്ടേക്ക് ആടെ നിൽക്കല്ല, ഇങ്ങോട്ട് വരണോ, എന്നാലേ അതിൻ്റെ മേലെ കയറൂ ഗൈസ്. തള്ളച്ചി പൊട്ടിത്തെറിച്ച് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ തള്ളച്ചി നമ്മൾ മുൻവാതിലൂടെ തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. എസ്കേപ്പായി പാവ തള്ളച്ചി. പോക്കല്ല തള്ളച്ചി, ഞാൻ തള്ളച്ചിക്ക് ലാസ്റ്റ് പണിയാണ്, സോറിയേ. തള്ളച്ചിൻ്റെ വല്ല വീടാ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ.